രാവിലെ തന്നെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി താത്തേൻ്റെ വീട്ടിൽ പോയി വരുന്ന വരുത്താണ് ഇട്ടത്. ഇന്നലെ തൊട്ടൊരു രക്ഷയില്ലാത്ത മഴയായിരുന്നു ഇവിടെ. നമ്മുടെ പുഴയുടെ അവസ്ഥ നോക്കിയേ, പുഴ ഏതാണ് ഗ്രൗണ്ട് ഏതാണെന്ന് മനസ്സിലാവാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. ഇനി ഒരു നല്ലൊരു മഴ പെയ്തത് ആ വീട്ടിലുള്ള താത്തയൊക്കെ വീട് മാറി താമസിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ പേടിയാവണില്ലേ? മഴയൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും എത്ര പേരാ ബുദ്ധിമുട്ടിലാവണത്. നമ്മൾ വെള്ളം കയറാത്തൊരിടത്താണ് ഉള്ളത്, എന്നാൽ പോലും ബാക്കിയുള്ളവരുടെ കാര്യമായിരിക്കും വല്ലാത്തൊരു ടെൻഷനാണ്. ബൈ ദ ബൈ, നമ്മളിന്ന് എവിടേക്കാണ് പോകണമെന്ന് പറഞ്ഞല്ലോ. വേറെ എവിടേക്കല്ല മക്കളെ, കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ അതേ സ്ഥലത്തേക്കാണ്, മുക്കത്തേക്കാണ്. പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് അഹങ്കാരമുണ്ട്, കാരണം അച്ഛൻ കൂടെ ഉണ്ട് ഗൈസ്. പോണ വഴിക്ക് കണ്ട ഒരു ആൽമരം അങ്ങനെ കടപുഴകി വീണ് കിടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കൊണ്ടായിരിക്കും കറണ്ട് ഇല്ലാത്തത്. അങ്ങനെ ഞങ്ങൾ മുക്കത്തെത്തി ഗൈസ്. അപ്പോൾ മുക്കത്തൂടെ എൻ്റെ അഹങ്കാരപൂർണ്ണമായിട്ടുള്ളൊരു യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അച്ഛനുള്ളത് കൊണ്ട് എന്തായാലും വഴി തെറ്റൂല. അച്ഛൻ അങ്ങനെയാണ് കേട്ടോ. ഞാൻ എവിടെ പോകുകയാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട കാര്യത്തിനൊക്കെ അച്ഛൻ അങ്ങനെ വരും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം അച്ഛൻ ഉണ്ടായിരുന്നു, ഇന്ന് മോള് പോയിക്കോ എന്ന് പറഞ്ഞാലും ഞാൻ അച്ഛനെ കുത്തിപ്പൊക്കി കൊണ്ടുവരും. ഈ വരവ് അങ്ങനെ ഒരു കുത്തിപ്പൊക്കലാണ്. കാരണം അച്ഛൻ കൊടുവള്ളി പോകാൻ നിന്ന അച്ഛനാണ്. അച്ഛനെ ഞാൻ പിടിച്ചു വലിച്ച് വീണ്ടും ഞാൻ മുക്കത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്കിന്ന് ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ആ ഒരു അഹങ്കാരത്തിൻ്റെ പുറത്ത് കഴിഞ്ഞ തവണ നമ്മൾ മുക്കത്ത് വന്ന് ഏട്ടനടുത്തൊക്കെ വല്ലാതെ അങ്ങ് കൊച്ചായതാണല്ലോ, അതുകൊണ്ടൊന്ന് മൂപ്പരെ വിളിച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഒഫീഷ്യൽ ഗൂഗിൾ മാപ്പിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, എൻ്റെ കെട്ടിയോനെ. എന്നിട്ട് ഞാൻ കുറച്ച് അഹങ്കാരത്തിൻ്റെ സ്വരത്തിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടോ, ഞാൻ മുക്കത്ത് വന്ന് പോവുകയാണ് എന്നൊക്കെ. പിന്നെയാണ് ഞാൻ എൻ്റെ അച്ഛനെ കാണിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോഴാണ് ഏട്ടൻ ആ ചിരിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പം ഞാൻ അച്ഛൻ്റെ കൂടെ പോയതുകൊണ്ട് ഇന്ന് എനിക്ക് കുറച്ച് അഹങ്കാരമാകാമല്ലോ. അല്ലെങ്കിൽ എവിടെ പോയിട്ടുണ്ടെങ്കിലും വൈശാട്ടിനെ വിളിച്ചിട്ട് ഞാനൊന്ന് വീഡിയോ കോൾ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുപോലെ എന്തെങ്കിലും ഒരുങ്ങി കഴിഞ്ഞിട്ടല്ലോ ഒന്ന് ഡ്രസ്സ് ഇട്ടിട്ടൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അതെല്ലാ പ്രവാസികളെയും ആർമിമാരെയൊക്കെ ഭാര്യമാരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞ് ഞാൻ എന്താ കെട്ടാങ്കിൽ വന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിരുന്നു. ഞാൻ ഷോപ്പ് കയറി, അച്ഛൻ വേറെ ഷോപ്പ് പോകേണ്ട ആവശ്യമുണ്ട്, അച്ഛൻ അങ്ങോട്ട് പോയി. മഴയില്ലാതെ നിൽക്കുന്നൊരു സമയമായിരുന്നു, പെട്ടെന്നൊരു മഴ വരലായിരുന്നു കേട്ടോ. അല്ലുട്ടനും തുമ്പമ്മയും മിഠായിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ വെയിറ്റ് ചെയ്യായിരിക്കും. അപ്പം നമ്മൾ പോട്ടെ ഗായ്സ്. അമ്മ മുട്ടായി വാങ്ങാൻ മറന്നു പോയി. മുട്ടായി വേണ്ടിയിരുന്നു. അയ്യോടി, ഞാൻ മറന്നു പോയല്ലോ. ഇനി എന്ത് ചെയ്യൂ? വാനോ ഇതിലുണ്ടാവൂലേ? നമുക്ക് അറിയാലേ, വലിയ വിരുദ്ധത്തി തന്നെ.